ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് ഈ കോണിൻ്റെയും സെൻട്രൽ ആംഗിൾ സെക്ടർ ഈ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് കവർ ചെയ്യാറുണ്ട്. എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും, 2 മാർക്ക് അല്ലെ 3 മാർക്കിൽ, ചിലപ്പോൾ 2 മാർക്കിലും 3 മാർക്കിലും കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The base radius of a circular cone is 9 centimeter and its height is 12 centimeter. What is the radius and the central angle of the sector used to make it? തന്നിട്ടുള്ളതുപോലെ ആദ്യം വാല്യൂസ് എല്ലാം എഴുതാൻ പോവാണ്. ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്. ആരുടെ? കോണിൻ്റെ. നോക്കിയേ, ഞാൻ ഇവിടെ കോൺ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്. കോണിൻ്റെ ബേസ് റേഡിയസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോളർ ആണ്. അപ്പോൾ R ഇസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതുക? 9 സെന്റിമീറ്റർ. ആൻഡ് ഹൈറ്റ്, ഇതല്ലേ ഹൈറ്റ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പെക്സ് തൊട്ട് ബേസ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. അത് തന്നിട്ടുണ്ട്. H ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഡിയസ് ആൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ യൂസ് ടു മേക്ക് ഇറ്റ്. ഇത് നമുക്കറിയാം, ഇതുപോലുള്ള ഒരു സെക്ടറാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്നാ ഉണ്ടാക്കുന്നത്? കോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടർ ഇതാണല്ലോ സെക്ടർ. ഈ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ R ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതായിരിക്കുമല്ലോ റേഡിയസ്. സെൻട്രൽ ആംഗിൾ, ഈ ആംഗിൾ അത് X ഡിഗ്രി എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇത് രണ്ടും എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്നാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സെക്ടർ എന്ന് പറഞ്ഞാൽ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാർട്ടാണ് അല്ലേ? ഒരു ആർക്കും 2 റേഡിയസും കൂടെ വരുന്ന ഒരു ഭാഗമാണ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്ടർ അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്ടറിന്റെ റേഡിയസും സെൻട്രൽ ആംഗിളും കണ്ടുപിടിക്കണം. അതിന് ഫോർമുല ഉണ്ട്. സിമ്പിൾ ആയിട്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന്റെ ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം, ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പേ നമുക്കറിയാം ഈ റേഡിയസ് എന്ന് പറയുന്നത്, അതായത് സെക്ടറിന്റെ റേഡിയസ് ആണ് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് കോണാക്കുമ്പോൾ അതിന്റെ എന്തായിട്ട് മാറുന്നത്? ലാറ്ററൽ എഡ്ജ് ആയിട്ട് മാറുന്നു. സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറും. ലാറ്ററൽ എഡ്ജ് അല്ല, സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുന്നത്. മാറിപ്പോകരുത്. അതായത് സെക്ടറിന്റെ റേഡിയസ് ആയിരിക്കും നമ്മുടെ കോണിന്റെ, അത് വെച്ചുണ്ടാക്കുന്ന കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ്. അപ്പം ഈ തന്നിരിക്കുന്നതിനകത്ത് ഈ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമ്മുടെ R ആയില്ലേ? സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. L സിമ്പിൾ ആണ്. എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കേട്ടോ, നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഡിസ്റ്റൻസ് 9, ഈ ഡിസ്റ്റൻസ് 12. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഏത് വെച്ചിട്ട്? പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് വരും ഇവിടെ? L ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അല്ലേ? ഇത് ഹൈപ്പോട്ടന്യൂസ് ആകുമ്പോൾ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ഇസ് ഈക്വൽ ടു 144 പ്ലസ് 9 സ്ക്വയർ 81. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 225 റൂട്ട് നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 50 സെന്റിമീറ്റർ. കേട്ടോ, എല്ല് കിട്ടി 50. ആ എല്ലാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. ആരുടെ? സെക്ടറിന്റെ റേഡിയസ്. എഴുതാമല്ലോ, റേഡിയസ് ഓഫ് സെക്ടർ. നിങ്ങൾ എപ്പോഴും ആൻസർ കിട്ടുന്ന ആൻസറൊക്കെ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് എടുത്തെഴുതി അത് നിങ്ങൾ എംഫസൈസ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട് അത് കിട്ടി. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടതാണ് സെൻട്രൽ ആംഗിൾ. അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഫോർമുല ഉണ്ട്. സെൻട്രൽ ആംഗിൾ X ഡിഗ്രി, അതായത് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. X ആയിട്ടാണ്. 360 ഇൻറ്റു സ്മോളർ ബൈ ക്യാപിറ്റൽ. നിങ്ങൾക്ക് അറിയാം ഇപ്പം സ്മോളർ എന്താണെന്ന് അറിയാം. എന്താണ് സ്മോളർ? നമ്മുടെ കോണിന്റെ റേഡിയസ് ആണ് സ്മോളർ. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടറിന്റെ റേഡിയസ് ആണ്. 360 എന്ന് പറഞ്ഞാൽ മൊത്തം ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ഈ മൊത്തം ആംഗിൾ അതിന്റെ ഒരു ഭാഗമാണല്ലോ സെക്ടർ, അതാണ് വന്നിരിക്കുന്നത്. ഇനി തിരിച്ച് നിങ്ങൾക്ക് സ്മോൾ R കണ്ടുപിടിക്കണമെങ്കിലോ, അതായത് സ്മോൾ R എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണിന്റെ റേഡിയസ്, അത് കണ്ടുപിടിക്കണമെങ്കിൽ X ബൈ സെൻട്രൽ ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു R, അതിന്റെ സെക്ടറിന്റെ റേഡിയസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഈ രണ്ട് ഫോർമുലാസ്, ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കാണാൻ പഠിച്ചു നോക്കുക. അപ്പൊ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ X ഡിഗ്രി is equal to 360 into സ്മോൾ R എത്രയാണ് നമുക്കറിയാം? 9 ബൈ ലാർജ് ക്യാപിറ്റൽ R എത്രയാണ്? ഇപ്പൊ കിട്ടിയല്ലോ, റേഡിയസ് ഓഫ് സെക്ടർ കിട്ടി 50. നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും 3 കൊണ്ട് ചെയ്യാമല്ലോ. 5 ഇതിനെ 5 കൊണ്ട് പറ്റും. 5 5 10
260 ഡിഗ്രി. അപ്പം നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 260 ഡിഗ്രി. സിമ്പിളാണ്, പക്ഷേ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണേ, സിമ്പിളാണ്. താങ്ക് യു.